ഗാന്ധിജിയും ഗോഡ്സെ വർഗീയവാദ നിലപാട് സ്വീകരിച്ച് ഗാന്ധിയെ കൊലപ്പെടുത്തി. ഗാന്ധിജി വിശ്വാസി തന്നെയാണ്. ഗോഡ്സെയ്ക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി തികഞ്ഞു നോക്കേണ്ടതാണ്. വർഗീയവാദി യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30 ഈ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിവിപുലമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയൊരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളുമെല്ലാം പങ്കെടുക്കുന്ന വർഗീയതയെയും മതവിശ്വാസത്തെയും വേർതിരിച്ച്, ഗാന്ധിജിയെയും ഗോഡ്സെയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള UDF എടുത്തുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്ന നിലപാടിനെതിരെ ചേർത്തുകൊണ്ട് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഫലപ്രദമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ച് ആചരിക്കണമെന്നാണ് ഇപ്പോൾ വിവിധ ബഹുജന സംഘടനകൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് പൂർണ്ണമായ പിന്തുണ CPIM നൽകുകയാണ്. കേരളത്തെ വർഗീയവൽക്കരിച്ച് ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയുള്ള വലിയ ജനകീയ മുന്നേറ്റമായി ഇതിനെ മാറ്റാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത്.